എറണാകുളം തൃപ്പൂണിത്തുറയിൽ 3 വയസ്സുകാരെ കാണാതായതായി പരാതി. പുത്തൻകുരിശ് സ്വദേശികളായ സുഭാഷിന്റെയും സന്ധ്യയുടെയും മകളായ കല്യാണിയെയാണ് കാണാതായത്. വൈകുന്നേരം 4:30 ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടിയെ കാണാതായത്. സഹിൻ ആന്റണി ചേരുന്നു. വിവരങ്ങൾ നൽകാൻ സഹിൻ. 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് മണിക്കൂറുകളായി ഇപ്പോൾ കാണാതായത്. എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അരുണിമ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരിയെ കാണാതായതുള്ള പരാതി തൃപ്പൂണിത്തുറ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കുട്ടി തിരുവാങ്കുളത്ത് നിന്നും അമ്മയോടൊപ്പം ആലുവയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. ഇന്ന് വൈകുന്നേരം 7:30 അമ്മ ബന്ധുക്കളെയും ഒപ്പം തന്നെ മറ്റുള്ളവരെയും എല്ലാം കുട്ടിയെ കാണാനില്ല എന്നറിയിക്കുന്നത്. ഇതോടുകൂടിയാണ് പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായതും. എന്തായാലും ഈ 3 വയസ്സാണ് കല്യാണി എന്ന് പറയുന്ന ആ കുട്ടിക്കുള്ള പ്രായം. സുഭാഷിന്റെയും ഒപ്പം തന്നെ സന്ധ്യയുടെയും മകളാണ് കല്യാണി. ആലുവയിലാണ് സന്ധ്യയുടെ വീട്. ഇവരുടെ സുഭാഷിന്റെ വീട് തിരുവാങ്കുളത്താണ്. തിരുവാങ്കുളത്ത് നിന്നുമാണ് ഇവർ ആലുവയ്ക്ക് പോയത്. തൃപ്പൂണിത്തുറയിൽ നിന്നും കുട്ടിയുമായി ആലുവ ബസ്സിൽ കയറുകയായിരുന്നു സന്ധ്യ. അവരുടെ ബന്ധുക്കൾ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ആ ബന്ധുവിനെ കണ്ട ശേഷമാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയ്ക്ക് ബസ് കയറിയത്. പക്ഷേ ആലുവയിൽ സന്ധ്യ തിരികെ ഒറ്റയ്ക്കാണ് ആലുവയിൽ വീട്ടിലെത്തിയത്. ഈ സമയത്ത് കുട്ടി എവിടെയെന്ന് സന്ധ്യയുടെ അമ്മ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് സന്ധ്യ കുട്ടിയെ കാണാനില്ല എന്ന മറുപടി നൽകുന്നത്. ഇതോടെയാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതും കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസിൽ പരാതി നൽകിയ ശേഷം ഊർജിതമാക്കുകയും ചെയ്തത്. ഏറെക്കുറെ 5 മണിയോടുകൂടി തന്നെ കുട്ടിയെ കാണാതായിരിക്കുന്നു. ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ആകമാനം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടിയെ കാണാനില്ല എന്നുള്ള അമ്മയുടെ മറുപടി ആണ് ആളുകളെ അല്ലെങ്കിൽ ബന്ധുക്കളെ എല്ലാം ഈ പരാതി കൊടുക്കുന്നതിനെ പ്രേരിപ്പിച്ചത്. ഈ സന്ധ്യയ്ക്ക് ചില മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. മുൻപ് അതിന് ചികിത്സയും തേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സന്ധ്യയ്ക്ക് ഇല്ല എന്നാണ് ബന്ധുക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും സന്ധ്യ ഇന്ന് കുട്ടിയുമായി യാത്ര ചെയ്യുകയും കുട്ടിയെ കാണാതാകുകയുമായിരുന്നു ഉണ്ടായത്. അരുണിമ, സഹിൻ, ബസ്സിനുള്ളിൽ വെച്ചാണ്, അതായത് ബസ് യാത്രക്കിടെയാണ് ഈ കുഞ്ഞിനെ കാണാതായത്. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ വീട്ടുകാർ ഈ വിവരം അറിയിക്കുന്നു. കുട്ടി എൻ്റെ കൂടെ ബസ്സിൽ വെച്ച് കുഞ്ഞിനെ കാണാതായെന്ന് പറയുന്നു. ഈ ബസ്സുകാരെ, ഈ പുത്തൻകുരിശ് പോലീസ് ബസ്സുകാരെ കണ്ടെത്തി ഏത് ബസ്സിലാണ് യാത്ര ചെയ്തത്? അത്തരം സംഭവങ്ങളിലേക്കൊക്കെ പോലീസ് ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് താൻ യാത്ര ചെയ്ത ബസ്സോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ അറിയില്ല. സന്ധ്യ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പോലീസിനും അറിയാവുന്നത്. കുട്ടിയുടെ പിതാവും ഒപ്പം തന്നെ ബന്ധുക്കളുമെല്ലാം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. കല്യാണി എന്ന് പറയുന്ന ഈ 3 വയസ്സുകാരി സുഭാഷിന്റെയും ഒപ്പം തന്നെ സന്ധ്യയുടെയും 2ാമത്തെ മകളാണ്. ഇവർക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട്. ഈ 2ാമത്തെ കുട്ടിയുമായാണ് സന്ധ്യ ഇന്ന് തന്റെ വീട്ടിലേക്ക്, ആലുവയിലുള്ള വീട്ടിലേക്ക് പോയത്. അവിടെ വീട്ടിലെത്തുകയും പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സന്ധ്യയുടെ അമ്മ ചോദിക്കുകയായിരുന്നു, നീ ഒറ്റയ്ക്കാണോ വന്നത് എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷെ അതിന് മറുപടിയായി സന്ധ്യ പറയുന്നത് കുട്ടി ഉണ്ടായിരുന്നു, കുട്ടിയെ കാണാനില്ല എന്നുള്ള മറുപടിയായിരുന്നു പറഞ്ഞത്. ഇതോടുകൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഭയപ്പാടിലായത്. കുട്ടിക്ക് 3 വയസ്സ് മാത്രമാണുള്ളത്. 3 വയസ്സുള്ള കുട്ടി നമ്മൾക്കെല്ലാം അറിയാം. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്റെ മോൾക്ക് 3 വയസ്സാണുള്ളത്. അങ്ങനെയുള്ള ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് എത്രയൊക്കെ യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതൊക്കെ കുറിച്ച് നമ്മൾക്കറിയാവുന്നതാണ്. ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ വലിയ ഭയമാണ്. കാരണം ഈ 3 വയസ്സുള്ള കുട്ടി കാണാതായിട്ട് 5 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ബസ്സിൽ വെച്ച് കുട്ടിയെ കാണാനില്ല എന്നൊരു മറുപടി മാത്രമാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. വിശദമായി തന്നെ പോലീസ് അമ്മയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ തിരക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ഇത് തന്നെയാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളെ ഈ വിവരം, ഈ കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിയിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. ഇൻഫോ പാർക്കിനകത്തുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. അങ്ങനെ ഇൻഫോ പാർക്കിലെ ടെക്നിക്കൽ അടക്കമുള്ള കുട്ടിക്ക് വേണ്ടിയുള്ള കുട്ടിയുടെ അച്ഛനടക്കമുള്ള ബന്ധുക്കൾ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തെയും പോലീസ് സമീപിച്ചിട്ടുണ്ടാകുമല്ലോ.
ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ വാഹനങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ കുട്ടിയെ കാണാനില്ല എന്ന് പറയുമ്പോഴും എവിടെ വെച്ചാണ് കുട്ടിയെ മിസ്സായിരിക്കുന്നത്, കുട്ടിയെ കാണാതായത്, ഈ അമ്മ കൊടുക്കുന്ന ഒരു മറുപടി മാത്രമേ പോലീസിനും ഈ ഘട്ടത്തിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയാണ് ആ കുട്ടി ഉള്ളത്, എങ്ങനെയാണ് ആ കുട്ടിയെ മിസ്സായത്, ഏത് ഘട്ടത്തിലാണ് ആ കുട്ടിയെ കാണാതായത് എന്നെല്ലാം പോലീസിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് വിശദമായി തന്നെ ഇവരുടെ എല്ലാ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ്. അതീവ ഗൗരവമേറിയ സമയമാണ് ഘട്ടം. 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെയാണ് കൊച്ചിയിൽ കാണാതായത്. ബസ്സിൽ വച്ച് നഷ്ടപ്പെട്ടതായാണ് പരാതി. തൃപ്പൂണിത്തുറയിൽ നിന്നും 4:30 ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് അമ്മയുടെ പക്കൽ നിന്നും കുഞ്ഞിനെ കാണാതായത്. അമ്മയ്ക്ക് ചെറിയ മാനസിക വെല്ലുവിളികളൊക്കെ നേരിട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് അസുഖമൊന്നുമില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. പുത്തൻകുരിശ് പോലീസാണ് കേസ് ഊർജിതമായി അന്വേഷിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ആലുവയിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞും അമ്മയും ബസ്സിൽ. ഇപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ മാതാപിതാക്കളടക്കം പോലീസ് ഇവരുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുകയാണ്. സുഭാഷിൻ്റെയും സന്ധ്യയുടെയും മകൾ കല്യാണി എന്ന 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണെന്ന് വൈകിട്ട് 4:30 കാണാതായത്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.